Hello friends, welcome to my YouTube channel MRP Technicals. Friends, ഇന്നത്തെ വീഡിയോയിൽ ഞങ്ങൾ നോക്കാൻ പോകുന്നത് സ്ക്രാപ്പ് മെറ്റീരിയൽസിനെ ഉപയോഗിച്ചിട്ട് ഒരു ബബിൾ മേക്കിംഗ് മെഷീനെ ഉണ്ടാക്കാൻ പോവുകയാണ് ഫ്രണ്ട്സ്. പിന്നെ ഫ്രണ്ട്സ് വെയിറ്റ് ചെയ്യുന്നത്, ലെറ്റ്സ് ഗോ. ഫ്രണ്ട്സ്, ഞാൻ ഒരു പഴയ CD യൂസ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇത് വർക്ക് ചെയ്യാത്ത CD ആണ്. ഇനി മാർക്കർ ഉപയോഗിച്ചിട്ട് എവിടെയുള്ള ഹോൾ വേണോ അവിടെ മാർക്ക് ചെയ്യുക. ഇതുപോലെ ഞാൻ വേറെ കേടായ CDക്ക് അങ്ങനെ മാർക്ക് ചെയ്തിട്ട് ഹോൾ എടുത്തിട്ടുണ്ട്. സോൾഡറിങ് മെഷീൻ യൂസ് ചെയ്തിട്ട് ഹോൾ ചെയ്യുക. ഇങ്ങനെ ഹോൾ എടുത്ത CDൻ്റെ ഹോളിൻ്റെ സൈഡിൽ ചില ഇതുണ്ടാവും. അതിനെ ബ്ലേഡ് യൂസ് ചെയ്തിട്ട് ക്ലീൻ ചെയ്യുക. ഇല്ലെങ്കിൽ ബബിൾസ് ഉണ്ടാകാൻ ചാൻസ് ഇല്ല, അതുകൊണ്ട് അതിനെ ക്ലീൻ ചെയ്യുക. ഇതുപോലെ CDൻ്റെ എല്ലാ സൈഡിലും ഹോൾ ഉണ്ടാക്കിയിട്ട് അങ്ങനെ ക്ലീൻ ചെയ്തു. ഇപ്പോൾ നമ്മൾക്ക് ആവശ്യമുള്ളത് ചെറിയ മോട്ടറാണ്. അതുകൊണ്ട് ഈ DVD പ്ലെയറുടെ മോട്ടർ തന്നെ യൂസ് ചെയ്യുക. ഇപ്പോൾ മോട്ടർ കിട്ടി. അതിന് വേണ്ടത് ചെറിയ ഫാനാണ്. ഇത് CPU ഫാനുടെ ഒരു പാർട്ടാണ്. പ്രൊപ്പല്ലർ CPU ഫാനിൻ്റേതാണ്. CPU ഫാൻ യൂസ് ചെയ്യണമെങ്കിൽ കൊള്ളാം, പക്ഷേ അത് സ്പീഡ് മതിയാവുന്നില്ല. അതുകൊണ്ട് ഈ ഫാനിനെ യൂസ് ചെയ്തത്. CPU ഫാൻ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത്ര ഫോഴ്സിൽ എയർ കിട്ടില്ല, അതുകൊണ്ട് അതിനെ യൂസ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ഈ ഫാനോ മോട്ടർ യൂസ് ചെയ്യുന്നതാണ്. നെക്സ്റ്റ് നമ്മൾക്ക് ആവശ്യമുള്ളത് ഒരു വേസ്റ്റ് ബോട്ടിലാണ്. ഇത് ജ്യൂസ് ബോട്ടിലാണ്. ഇതിനെ ഇങ്ങനെ സ്ട്രൈറ്റ് ആയിട്ട് കട്ട് ചെയ്യുക. ഇത് CD ഈസി ആയിട്ട് അതിൻ്റെ ഉള്ളിൽ റൊട്ടേറ്റ് ചെയ്യുന്ന പോലെ കട്ട് ചെയ്യുക. ബോട്ടിൽ കട്ട് ചെയ്ത ശേഷം ഞങ്ങൾക്ക് എല്ലാം ഫിക്സ് ചെയ്യാൻ ഒരു കാർഡ് ബോർഡ് വേണം. ഇപ്പോൾ ഇതിന് ഇങ്ങനെ ബോട്ടിൽ വെച്ച് കൊടുക്കുക. ഗ്ലൂ ഗൺ യൂസ് ചെയ്തിട്ട് ബോട്ടിലിനാട് ഫിക്സ് ചെയ്യുക. നെക്സ്റ്റ് CD റൊട്ടേറ്റ് ചെയ്യുന്ന പോലെ ആക്കാൻ ഞാൻ യൂസ് ചെയ്ത ഒരു ഓൾഡ് ടോയ് ആണ്. ഇത് ഓൾഡ് കാർ ടോയ് ആണ്. ഇതിൻ്റെ ഉള്ളിൽ ഗിയർ മോട്ടറാണ് ഉള്ളത്. ഞങ്ങൾക്ക് സെപ്പറേറ്റ് ആയിട്ട് ഗിയർ മോട്ടർ പർച്ചേസ് ചെയ്യുക, അല്ലെങ്കിൽ ഇതുപോലത്തെ ടോയ്സിനെ യൂസ് ചെയ്തിട്ട് ബബിൾ മേക്കിംഗ് മെഷീൻ ഉണ്ടാക്കുക. CDനെ ഇതുപോലെ ടയറിനെ ഒട്ടിച്ചിട്ട് വെക്കുക. പിന്നെ ബോട്ടിലിൻ്റെ ഉള്ളിൽ ഇതുപോലെ നിൽക്കുന്ന പോലെ ഗ്ലൂ ഗൺ വെച്ചിട്ട് ഒട്ടിക്കുക. ഈ CD ബോട്ടിലിൻ്റെ ഉള്ളിൽ ഫ്രീ ആയിട്ട് റൊട്ടേറ്റ് ചെയ്യുന്ന പോലെ വേണം. പിന്നെ ഇനി എയറിന് വേണ്ടിയിട്ട് സൈഡ് ഫാൻ ഫിക്സ് ചെയ്യണം. അതിന് ഈ കാർഡ് ബോർഡ് യൂസ് ചെയ്യുക. ഇപ്പോൾ ആ ഫാൻ ഇതുപോലെ നിൽക്കുന്ന പോലെ ഫിക്സ് ചെയ്യുക. ഇപ്പോൾ ഫാൻ ഫിക്സ് ചെയ്തിട്ടായി. ഇപ്പോൾ ഇതിൻ്റെ ഫാനിൻ്റെ ഡയറക്റ്റ് കണക്ഷന് ബാറ്ററിക്ക് കൊടുക്കുക. ഇപ്പോൾ ഇതിൻ്റെ എല്ലാ വർക്കും കഴിഞ്ഞു. ഇനി ഇതിനെ ഡയറക്റ്റ് ടെസ്റ്റ് ചെയ്യുന്ന ടൈമാണ് ഫ്രണ്ട്സ്. ഇപ്പോൾ ഇനി ഞാൻ യൂസ് ചെയ്തത് 5 വോൾട്ട് ചാർജറാണ്. ഇപ്പോൾ നോക്ക് ഫ്രണ്ട്സ്, ഇത് ഈസി ആയിട്ട് റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്. ഇനി ഷാംപൂ യൂസ് ചെയ്യുക. ഇപ്പോൾ ഞാൻ ഇനി 2 ഷാംപൂ ആണ് യൂസ് ചെയ്തത്. ഇതിന് വെള്ളമാക്കിയിട്ട് ഈ ബോട്ടിലിൻ്റെ ഉള്ളിൽ ഫിൽ ചെയ്തിട്ട് വെക്കുക. ഇപ്പോൾ ഇതിന് ഷാംപൂ ഇട്ടിട്ട് ഇനി വെള്ളം എടുക്കുക. ഇപ്പോൾ ഷാംപൂയുടെ വെള്ളമാക്കിയിട്ടായി. ഇപ്പോൾ ഇതിനെ ഡയറക്റ്റായിട്ട് ബോട്ടിലിന് ഒഴിച്ച് കൊടുക്കുക. നോക്കൂ ഫ്രണ്ട്സ്, ഇപ്പോൾ സൂപ്പറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. നോക്കൂ ഫ്രണ്ട്സ്, എത്ര സൂപ്പറായ ഒരു ബബിൾ മേക്കിംഗ് മെഷീൻ ക്രിയേറ്റ് ചെയ്തു. ഓക്കെ ഫ്രണ്ട്സ്, ഇതായിരുന്നു ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇല്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യാൻ മാത്രം മറക്കരുത് ഫ്രണ്ട്സ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ബട്ടണിനെ ആക്ടിവേറ്റ് ചെയ്ത് വെക്കുക ഫ്രണ്ട്സ്. നെക്സ്റ്റ് വീഡിയോ ഞാൻ നിങ്ങളെ വെയിറ്റ് ചെയ്യുക. അതുവരെ ഗുഡ് ബൈ.